Hello everyone. UGC Net സൈക്കോളജിയുടെ സിലബസിലുള്ള പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മുടെ സിലബസിലുള്ള ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള എമർജൻസ് ഓഫ് സൈക്കോളജിയിലെ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള സൈക്കോളജിക്കൽ തോട്ട് ഇൻ സം മേജർ ഈസ്റ്റേൺ സിസ്റ്റംസ്, അതില് ഭഗവത്ഗീത പിന്നെ ബുദ്ധിസം ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂഫിസം ആണ്. നമ്മൾ ഈ വീഡിയോസിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നെറ്റ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഈ ഒരു കോൺസെപ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ സൂഫിസത്തില് ഈ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ എത്താൻ വേണ്ടിയിട്ട് മെയിൻലി 4 സ്റ്റേജസ് ഉണ്ട്. ആ ഒരു പാത്തിലേക്ക്, ആ ഒരു ഫേസിൽ എത്താനുള്ള പാത്തിൽ 4 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. സോ സൂഫിസത്തിൽ 4 സ്റ്റേജസ് ആണ്. Sufis distinguish 4 stages on the path to the attainment of knowledge of God. The stages are Sharia, ഹക്കീക്ക, തരീക്ക, ഹക്കീക്ക, മാരിഫ. ഓക്കെ, സോ ഇതിൽ ഷരിയ എന്ന് പറയുന്നത് ഒരു എക്സോട്രിക് പാത്ത്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പാത്ത് ആയിട്ടാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഇസ്ലാമിക് കനോണിക്കൽ ലോ ബേസ്ഡ് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ദ ഖുറാൻ ആൻഡ് ഹദീസ്. ഖുറാൻ ആൻഡ് ഹദീസ് ഇതിന്റെ പ്രകാരം ഉള്ള ഒരു ഇസ്ലാമിക് ലോസ്, കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ, അത് ഫോളോ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ് ശരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ തരീക്ക എന്ന് പറയുമ്പോൾ തരീക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പാത്ത് ടു അണ്ടർസ്റ്റാൻഡ് ഓഫ് ദിസ് ലോ. ഓക്കെ, ഈ ഒരു ശരിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇസ്ലാമിലുള്ള ഖുറാനും ഹദീസും വെച്ചിട്ടുള്ള ലോസ്, അത് ഫോളോ ചെയ്യുന്ന സ്റ്റേജ് ആണ് ശരിയ എന്ന് പറയുന്നത്. തരീക്ക എന്ന് പറയുന്നത് ഈ ഒരു ലോ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ശേഷമുള്ള ഒരു പാത്തിനെയാണ് നമ്മൾ തരീക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സ്പിരിച്വൽ പാത്ത് ഓഫ് സൂഫി സീക്കേഴ്സ്. തരീക്ക എന്ന് പറയുന്നത് സ്പിരിച്വൽ പാത്ത് ഓഫ് സൂഫി സീക്കേഴ്സ്. ഈ ഒരു ഷരിയയിലെ ലോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു പാത്താണ്. ആൻഡ് തരീക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ജേർണി ബിറ്റ്വീൻ ഷരിയ ആൻഡ് ഹക്കീക്ക. ശരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഹക്കീക്ക എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് സ്റ്റേജിന്റെ ഇടയിലുള്ള ഒരു പാത്ത്, ആ ഒരു ജേർണിയെയാണ് നമ്മൾ തരീക്ക എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹക്കീക്ക. ഓക്കെ, ഇപ്പൊ ഈ ഒരു 2 സ്പെല്ലിങ്ങിലും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഞാൻ 2 തരത്തിലും കൊടുത്തിട്ടുണ്ട്. HAQIQA എന്നുള്ള രൂപത്തിലും HAQEEQAT എന്നുള്ള രൂപത്തിലും കാണാൻ പറ്റും. അപ്പൊ ഹക്കീക്ക എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് നോയിങ് ദ ഇന്റേണൽ ട്രൂത്ത്, അല്ലെങ്കിൽ ഇന്റീരിയർ റിയാലിറ്റി, ട്രൂത്തിനെയാണ് നമ്മൾ ഹക്കീക്ക എന്ന് പറയുന്നത്. അതാണ് തേർഡ് സ്റ്റേജ്. ആൻഡ് ഇറ്റ് ഷോസ് വാട്ട് ഇസ് റിയൽ, ജെനുവിൻ ആൻഡ് ഒതന്റിക്. ഈ ഒരു തരീക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്ത്, ആ ഒരു ജേർണി കഴിഞ്ഞതിന് ശേഷം എത്തുന്ന സ്റ്റേജ് ആണ് ഇന്റേണൽ ട്രൂത്തിനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഇന്റീരിയർ റിയാലിറ്റി, അല്ലെങ്കിൽ എന്താണ് റിയൽ ആയിട്ടുള്ളത്, ജെനുവിൻ ആയിട്ടുള്ളത്, ഒതന്റിക് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ് ഹക്കീക്ക എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് ഇസ് മാരിഫ. മാരിഫ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ റിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്പിരിച്വാലിസം ബൈ ഹിസ് ഓൺ എക്സ്പീരിയൻസ്. അപ്പൊ ഇപ്പൊ നമ്മൾ 4 സ്റ്റേജസ് ആയിട്ട് സൂഫിസത്തിൽ കടന്നുപോയി. അതിൽ ഈ ഓരോ സ്റ്റേജിൽ നിന്നും കുറെ അധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ ഓരോ എക്സ്പീരിയൻസിന്റെയും ബേസിൽ ഉണ്ടാവുന്ന ഒരു വിസ്ഡം, അല്ലെങ്കിൽ ഒരു ഡിവൈൻ നോളജ് ആണ് മാരിഫയിൽ ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ദ റിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്പിരിച്വാലിസം ബൈ ഹിസ് ഓർ ഹെർ ഓൺ എക്സ്പീരിയൻസ്. ഓക്കെ, ഡിവൈൻ നോളജ്, വിസ്ഡം, ഇതിനൊക്കെയാണ് മാരിഫ എന്ന് പറയുന്നത്. സോ ദർ ആർ 4 സ്റ്റേജസ്: ശരിയ, തരീക്ക, ഹക്കീക്ക ആൻഡ് മാരിഫ. ശരിയ എന്ന് പറയുന്നത് ഓൺലി ബേസ്ഡ് ഓൺ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ ഒരു എക്സോട്രിക് പാത്ത് ആണ്. തരീക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പാത്ത് ടു അണ്ടർസ്റ്റാൻഡ് ഓഫ് ദിസ് ലോ. ഈ ലോയുടെ ബേസിൽ നമ്മൾ കടന്നു പോകുന്ന പാത്ത്. ഹക്കീക്ക എന്ന് പറയുന്നത് യൂഷ്വലി സൂഫി സീക്കേഴ്സ് ഒക്കെ ഫസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിനു ശേഷം ആ ഒരു പാത്തിലൂടെ കടന്നു പോയിട്ടാണ് പിന്നെ ഹക്കീക്കയിൽ എത്തുന്നത് എന്നാ പറയുന്നത്. ഹക്കീക്ക എന്ന് പറയുന്നത് നോയിങ് ദ ഇന്റേണൽ ട്രൂത്ത്. ഓക്കെ, ആൻഡ് മാരിഫ എന്ന് പറയുന്നത് റിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്പിരിച്വാലിറ്റി ബൈ ഹിസ് ഓർ ഹെർ ഓൺ എക്സ്പീരിയൻസ്, ഡിവൈൻ നോളജ് ഓർ വിസ്ഡം, അതിനെയാണ് മാരിഫ എന്ന് പറയുന്നത്. സോ ഇതാണ് 4 സ്റ്റേജസ്. ഇനി നമ്മുടെ സൂഫിസത്തിലുള്ള ഒരു ബേസിക് ഈ കോൺസെപ്റ്റ്സ് ആണ് നഫ്സ്, കൽബ് ആൻഡ് റൂഹ്.
നഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ്, ഈഗോ ഓർ സൈക്ക്, ഇതിനെയാണ് നമ്മൾ നഫ്സ് എന്ന് പറയുന്നത്. ആൻഡ് കൽബ് മീൻസ് ഹാർട്ട്. കൽബ് എന്ന് പറയുന്നത് ഹാർട്ടാണ്. ആൻഡ് റൂഹ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ആണ്. ഈ നഫ്സിന്, അതായത് നമ്മുടെ സെൽഫ് എന്നുള്ളതിനെ കുറച്ച് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് ദ കമാൻഡിങ് സെൽഫ്. ഇതിന് ടൈറാനിക്കൽ സെൽഫ് എന്നും പറയാറുണ്ട്. കമാൻഡിങ് സെൽഫ്, ആൻഡ് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ദ സെൽഫ് ആൻഡ് ദ വേസ്റ്റ് ലെവൽ, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ദ സെൽഫ് ആണ് കമാൻഡിങ് സെൽഫ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സെൽഫില്, ഈ ഒരു കമാൻഡിങ് സെൽഫില് they found extreme desire and lust for immortality and sovereignty. ഈ ഒരു കമാൻഡിങ് സെൽഫിന്റെ സമയത്ത് ഏറ്റവും വേസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന സെൽഫാണ് കമാൻഡിങ് സെൽഫ്. ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് കമാൻഡിങ് സെൽഫ് എന്ന് പറയുന്നത്. ഈ കമാൻഡിങ് സെൽഫിൽ ആളുകൾക്ക് സെൽഫ് അഡ്മിറേഷൻ കൂടുതലായിരിക്കും, അറോഗൻസ് ആയിരിക്കും, ഹാർഡ്നെസ് ഓഫ് ദ ഹാർട്ട്, ഒപ്രഷൻ ഓഫ് ക്രിയേച്ചേഴ്സ്, ലവ് ഫോർ എക്സ്പോസിങ് ദ ഫോൾസ് ഓഫ് അതേഴ്സ്, ലൈയിങ്, gossip, backbiting, envy, jealousy, criticism, undeserved self-praise, bitterness, attachment to what belongs to others, and lack of contentment, constant complaining, lack of gratitude, blindness to their blessings, and wishing for increase without effort, extreme selfishness, greed. ഇതെല്ലാം തന്നെ ഈ ഒരു കമാൻഡിങ് സെൽഫിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന വേസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിന് ടൈറാനിക്കൽ സെൽഫ് എന്നും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ബ്ലെയിമിങ് സെൽഫ് ആണ്. ബ്ലെയിമിങ് സെൽഫിന് റിഗ്രറ്റ്ഫുൾ സെൽഫ് എന്നും പറയാറുണ്ട്. റിഗ്രറ്റ്ഫുൾ സെൽഫ് എന്നും പറയാറുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ സെൽഫ് ദാറ്റ് ഹാസ് ബീൻ ടച്ച്ഡ് ബൈ അള്ളാഹ്സ് mercy, so that when it commits a sin or falls into disobedience, it blames itself and turns to forgiveness. ഇതൊരു നമ്മുടെ ഫസ്റ്റ് സെൽഫിൽ നിന്നും സെക്കൻഡ് സെൽഫിൽ എത്തുമ്പോൾ ഇവര് കുറച്ചധികം തെറ്റുകളൊക്കെ ചെയ്യും. ഓക്കെ, ഇവര് ചില സിൻസിലൊക്കെ കടന്നു പോകുന്നുണ്ടാവും, ചില മിസ്റ്റേക്സ് ഒക്കെ ഇവർ ചെയ്യും. പക്ഷെ അതിനുശേഷം ഇവര് ഒരു ഫോർഗിവ്നെസ് ചോദിക്കും. അവരെ തന്നെ ബ്ലെയിം ചെയ്തിട്ട്, ഓക്കെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് അതിന് ഫോർഗിവ്നെസ് ചോദിക്കും. ആ ഒരു സ്റ്റേജ് ആണ് ബ്ലെയിമിങ് സെൽഫ് അല്ലെങ്കിൽ റിഗ്രറ്റ്ഫുൾ സെൽഫ് എന്ന് പറയുന്നത്. മിസ്റ്റേക്സ് വരുമ്പോൾ അവര് സ്വയം റിഗ്രറ്റ് അവർക്ക് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ അവർ ഫോർഗിവ്നെസ്സിന് ചോദിക്കുകയും ചെയ്യുന്നു. And it is a self that is in constant fluctuation between obedience and disobedience. അവർ ഒബീഡിയൻസും ഡിസൊബീഡിയൻസിനും ഇടയിൽ ഒരു ഭയങ്കര കോൺസ്റ്റന്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്ന ആ ഒരു സെൽഫാണ് ദ ബ്ലെയിമിങ് സെൽഫ് അല്ലെങ്കിൽ റിഗ്രറ്റ്ഫുൾ സെൽഫ്. ഇനി തേർഡ് വൺ ഈസ് ദ ഇൻസ്പയർഡ് സെൽഫ്. ഇൻസ്പയർഡ് സെൽഫ് എന്ന് പറയുമ്പോൾ ഈ സമയത്താണ് ഒരു എൻലൈറ്റ്മെന്റിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇൻസ്പയർഡ് സെൽഫിലാണ്. ദിസ് ഇസ് ദ സെൽഫ് ദാറ്റ് ഹാസ് അസെൻഡഡ് ത്രൂ എഫേർട്ട് ആൻഡ് കമ്മിറ്റ്മെന്റ് ടു ഇറ്റ്സ് ട്രൂ വേ ഫ്രം ദ സ്റ്റേഷൻ ഓഫ് ദ ബ്ലെയിമിംഗ് സെൽഫ് ടു ദ സ്റ്റേഷൻ ഓഫ് ദ സെൽഫ് ദാറ്റ് ഇസ് കോൺസ്റ്റന്റ്ലി സീക്കിംഗ് ഫോർഗിവ്നെസ് ആൻഡ് റിപ്പൻറ്റൻസ് റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ഗിൽറ്റ് ഓർ ഇന്നസെൻസ്. ഇപ്പൊ നമ്മൾ ബ്ലെയിമിംഗ് സെൽഫ്, അതായത് സെക്കൻഡ് സെൽഫിന്റെ കാര്യം പറഞ്ഞു, അവർ മിസ്റ്റേക്ക് ചെയ്യും എന്നിട്ട് ഫോർഗിവ്നെസ്സിന് ചോദിക്കും. എന്നാൽ ഇൻസ്പയർഡ് സെൽഫിൽ അവർ ഭയങ്കരമായിട്ട് ഈ ഒരു ഫെയ്ത്തിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അവര് തെറ്റ് ചെയ്താലും അല്ലെങ്കിലും ഏത് സമയത്തും അവർ ഫോർഗിവ്നെസ്സിനോട് ചോദിച്ചിട്ട് എപ്പോഴും ഒരു കോൺസ്റ്റന്റ്ലി അവര് തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആ ഒരു സെൽഫാണ് ഇൻസ്പയർഡ് സെൽഫ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് സെക്യൂർ സെൽഫാണ്. ഈ ഇൻസ്പയർഡ് സെൽഫ് തേർഡ്. ഫോർത്ത് സ്റ്റേജ് സെൽഫ് വരുന്നത് സെക്യൂർ സെൽഫാണ്. സെക്യൂർ സെൽഫ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ സെറീൻ സെൽഫ് എന്നും പറയാറുണ്ട്. ഈ സെക്യൂർ സെൽഫിൽ എത്തുന്ന സമയത്താണ് ആ ഒരു സെൽഫിന്റെ ഏറ്റവും ഒരു നല്ല ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്യൂർ സെൽഫിൽ നിന്നാണ്. സോ ദ സെക്യൂർ സെൽഫ് ഹാസ് entered the pathways, methods and means of protection and healing through self-accounting, resistance, striving and devotion. And this is the first level of completion of the self. The heart begins to shine with the light of consciousness in the self, and the ego's power begins to shrink so that purity, refinement, clarity, and light
dominate the heart so that it becomes the secure self. ഈ ഒരു സെക്യൂർ സെൽഫിൽ എത്തുന്ന സമയത്ത് കുറെ കൂടി നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ കുറെ കൂടി ലൈറ്റ്, നമ്മുടെ ഹാർട്ട് കുറെ കൂടി ലൈറ്റ് ആയി, നമ്മൾ കുറെ കൂടി എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഈസി ആയി, നല്ല രൂപത്തിൽ പ്യുവർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് ഒരു കംപ്ലീറ്റ് ഒരു സെൽഫിൽ ഒരു കംപ്ലീഷനിൽ എത്തുന്ന ഫസ്റ്റ് ലെവൽ ആണെന്നും നമ്മൾ സെക്യൂർ സെൽഫിനെ അല്ലെങ്കിൽ സെറീൻ സെൽഫിനെ പറയാറുണ്ട്. ഈഗോയുടെ പവർ അവിടെ ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ആവും. പിന്നെ പ്യൂരിറ്റി, റിഫൈൻമെന്റ്, ക്ലാരിറ്റി ഇതെല്ലാം തന്നെ കുറെ കൂടി ഡോമിനേറ്റ് ആയിട്ട് വരും. അങ്ങനെയാണ് സെക്യൂർ സെൽഫിൽ ഉണ്ടാവുന്നത്. പിന്നെയുള്ളതാണ് കണ്ടന്റ് സെൽഫ്. കണ്ടന്റ് സെൽഫിനെ നമ്മൾ പീസ്ഡ് സെൽഫ് എന്നും പറയാറുണ്ട്. കണ്ടന്റ് സെൽഫിൽ കുറെ കൂടി നല്ല ആ ഒരു കംപ്ലീറ്റ് സെൽഫ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സെക്യൂർ സെൽഫിലാണ്. അതിന്റെ ഒരു കംപ്ലീറ്റ് സെൽഫിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമുക്ക് കണ്ടന്റ് സെൽഫിനെ പറയാൻ പറ്റും. ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് സെൽഫ് ഇസ് കോൺസ്റ്റന്റ് ചിയർഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്ഫുൾനെസ് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. കണ്ടന്റ് സെൽഫിൽ അവർ കുറെ കൂടി ചിയർഫുൾ ആയിരിക്കും, അവർക്ക് ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും, എന്ത് സംഭവിച്ചാലും അവർ ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനിയുള്ള സ്റ്റേജ് ആണ് ദ ഗ്രാറ്റിഫൈഡ് സെൽഫ്. ഗ്രാറ്റിഫൈഡ് സെൽഫ് എന്ന് പറഞ്ഞാൽ പ്ലീസിങ് സെൽഫ് എന്നും കൂടി പറയാറുണ്ട്. ഈ ഒരു സ്റ്റേജിൽ the light of the heart is completed, and this gratified self is the ലാസ്റ്റ് ഓഫ് ദ സ്റ്റേഷൻസ് ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്തിന് നമ്മൾ സൂഫിസത്തിൽ ഈമാൻ എന്ന് പറയാറുണ്ട്. ആൻഡ് ത്രൂ ഇറ്റ് ദ സെൽഫ് എൻറ്റേഴ്സ് ദ പ്രസൻസ് ഓഫ് ദ സ്റ്റേഷൻ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേഷൻ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇഹ്സാൻ എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ, ആ ഒരു ഇതിൽ എത്തിച്ചേരാന്നുള്ളതാണ് ഒരു സൂഫിസത്തിലെ ഓരോ സൂഫി സീക്കേഴ്സിന്റെയും ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാറ്റിഫൈഡ് സെൽഫ് എന്ന് പറയുന്നത് ഈ ഒരു ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേഷനിൽ എത്തുന്നതിന്റെ ആ ഒരു തുടക്കമായിട്ട് അതിലേക്കുള്ള ഒരു സെൽഫായിട്ടാണ് ഗ്രാറ്റിഫൈഡ് സെൽഫിനെ പറയുന്നത്. ആൻഡ് ദ കംപ്ലീറ്റ് സെൽഫ് എന്ന് പറയുന്നത് ലാസ്റ്റ് സെൽഫ്, അതിനെ പ്യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനെ സെൽഫ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നുണ്ട്, മുഹമ്മദൻ സെൽഫ് എന്ന് പറയുന്നുണ്ട്, ലവിങ് സെൽഫ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് സെൽഫിനെ നമ്മൾ പറയുന്ന അനദർ പേരുകളാണ്. സെൽഫ് ഓഫ് ലൈറ്റ്, ലവിങ് സെൽഫ്, പ്യുവർ സെൽഫ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് സെൽഫിന്. അതാണ് ഇതിന്റെ ഒരു ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മളൊരു ഗോൾ ആയിട്ട് ഒരു അച്ചീവ് ചെയ്യേണ്ട സെൽഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സെൽഫാണ്. സോ ഇത്രയാണ്. ഫസ്റ്റ് is commanding self, then blaming self, inspired self, secure self, content self, gratified self and complete self. ഇതിന്റെ വേറെ ചില പേരുകളിലൂടെ അറിയപ്പെടാറുണ്ട്. കമാൻഡിങ് സെൽഫിനെ ടൈറാനിക്കൽ സെൽഫ് എന്ന് പറയുന്നുണ്ട്, ബ്ലെയിമിങ് സെൽഫിനെ റിഗ്രറ്റ്ഫുൾ സെൽഫ് എന്ന് പറയുന്നുണ്ട്, ഇൻസ്പയർഡ് സെൽഫിനെ ഇൻസ്പയർഡ് സെൽഫ് തന്നെ, സെക്യൂർ സെൽഫിനെ സെറീൻ സെൽഫ് എന്ന് പറയുന്നുണ്ട്, കണ്ടന്റ് സെൽഫിനെ പീസ്ഡ് സെൽഫ് എന്നും, ഗ്രാറ്റിഫൈഡ് സെൽഫിനെ പ്ലീസിങ് സെൽഫ് എന്നും, കംപ്ലീറ്റ് സെൽഫിനെ പ്യുവർ സെൽഫ് എന്നും പറയാറുണ്ട്. ഇനി കുറച്ച് ചെറിയ പോയിന്റ്സ് എന്ന് പറയുന്നത്, സൂഫിസത്തില് കൽബ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ഹാർട്ടിനെയാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡീപ്പർ ഇന്റലിജൻസ് ആൻഡ് വിസ്ഡം. അക്കോർഡിംഗ് ടു സൂഫിസം, ഇതില് കൽബ് ഈസ് ദ മീഡിയേറ്റർ ബിറ്റ്വീൻ നഫ്സ് ആൻഡ് സ്പിരിറ്റ്. നഫ്സിനും സ്പിരിറ്റിനും ഇടയിലുള്ള മീഡിയേറ്റർ ആയിട്ടാണ് കൽബ് പലപ്പോഴും ആക്ട് ചെയ്യുന്നത്. ആൻഡ് സെൽഫ് ഇസ് കൺട്രോൾഡ് ബൈ കൽബ്. പല സമയങ്ങളിലും സെൽഫിനെ കൺട്രോൾ ചെയ്യുന്നതും കൽബാണ്. ആൻഡ് അനദർ പോയിന്റ് ഇസ് റൂഹ്. വാട്ട് ഇസ് റൂഹ് എന്ന് പറഞ്ഞാൽ, റൂഹ് ഇസ് റിലേറ്റഡ് ടു ഡിവിനിറ്റി ആൻഡ് ഇറ്റ് ഈസ് ദ ഹോൾ ഓഫ് ദ സോൾ, മൈൻഡ് ആൻഡ് ബോഡി. ആൻഡ് Ruh is the concept related to ego psychology, cognitive psychology, behavioral psychology and transpersonal psychology. So ഇത്രയാണ് നമ്മൾ സൂഫിസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പൊ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എമർജൻസ് ഓഫ് സൈക്കോളജിയിലെ സൈക്കോളജിക്കൽ തോട്ട് ഇൻ സം മേജർ ഈസ്റ്റേൺ സിസ്റ്റത്തിലെ സൂഫിസം ആയിരുന്നു. 4 സ്റ്റേജസ് പറഞ്ഞു. ശരീഅ, തരീഖ, ഹഖീഖ ആൻഡ് മാരിഫ. ആൻഡ് സെൽഫ് എന്താണെന്ന് പറഞ്ഞു. നഫ്സ് ആണ് സെൽഫ് എന്ന് പറയുന്നത്. കൽബ് എന്ന് പറഞ്ഞ ഹാർട്ട്, റൂഹ് എന്ന് പറഞ്ഞ സ്പിരിറ്റ്.
ഇനഫ്സ്, അതായത് സെൽഫിനെ നമ്മൾ പിന്നെ കുറച്ച് ടൈപ്സ് ഓഫ് സെൽഫ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു ലെവൽസ് ആയിട്ടാണ് അത് പറയുന്നത്. കമാൻഡിങ് സെൽഫ്, ബ്ലെയിമിങ് സെൽഫ്, ഇൻസ്പയർഡ് സെൽഫ്, സെക്യൂർ സെൽഫ്, കണ്ടന്റ് സെൽഫ്, ഗ്രാറ്റിഫൈഡ് സെൽഫ്, കംപ്ലീറ്റ് സെൽഫ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. ഇനി അടുത്ത പോർഷൻസ് നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.